ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്തിട്ടാന്ന് വെച്ചാൽ കുറേ സബ്സ്ക്രൈബർമാർ നമ്മുടെ അടുത്ത് കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു. അതായത് ചേട്ടാ എങ്ങനെ തമ്പിലയ ഇടണേന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ തമ്പിലയൻ ഇടുന്ന കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യണത്. അപ്പോൾ ചെറിയ രീതിയിൽ നമുക്കറിയണ പോലെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ തമ്പിലയ എങ്ങനെ സിമ്പിളായിട്ട് ഞങ്ങൾ ചെയ്യണ ഒരു ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ തമ്പിലൈൻ ചെയ്യണത് ഇൻഷോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ഇത് നമ്മൾ സ്ക്രീൻ റെക്കോർഡർ വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ അതിൽ കുറച്ച് പഠിച്ച് വരണുള്ള, അതായത് തമ്പിലൈൻ സെറ്റ് ചെയ്യാൻ നമുക്കറിയാം, പക്ഷേ സ്ക്രീൻ റെക്കോർഡ് വെച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ച് വരണുള്ളൂ. അപ്പോൾ നമ്മൾ അറിയണ പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. കുറേ പേര് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇൻഷോട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷോട്ടിൽ ഞെക്കി കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പോൾ ഫോട്ടോസിൽ ഞെക്കിയ പ്ലസ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗാലറിയിലേക്ക് പോകട്ടെ. അപ്പോൾ ഗാലറിയിൽ പോയി നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം. അപ്പോൾ പൊടിമോളുടെ സ്കൂളിലേക്ക് സ്കൂളിലുള്ളൊരു ഫോട്ടോയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൽ ലാസ്റ്റ് കാണുന്ന ടിക്കിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ അടുത്ത ഭാഗത്തു നിന്ന് മൂന്നാമത്തെയാണ് നമുക്ക് ഞെക്കേണ്ടത് കേട്ടോ. 16.9. അപ്പോൾ അതിൽ ഞെക്കിയാണ് യൂട്യൂബ് സൈസ് തമ്പിലൈൻ ഇടുന്ന സൈസ് കറക്റ്റായി വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ എടുത്ത് സൈസ് ഇങ്ങനെ ആ വൈറ്റ് ബോർഡറിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ആക്കി സൈഡിലോട്ട് വെച്ച് പിന്നെ സൈഡിലോട്ട് സ്കിപ്പ് ചെയ്യുമ്പോൾ തേക്കണ്ട ഈ പ്ലസ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഗാലറി പോകും. അപ്പോൾ അതായത് വേറൊന്നല്ല, നമ്മളൊരു ഫോട്ടോ കൂടിയും വെക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ അത് എടുത്ത് നമ്മൾ സൈഡിലോട്ട് ഇങ്ങനെ വെച്ച്, അപ്പോൾ അത് നമ്മൾ അമ്പലത്തിയെ പോയ ഫോട്ടോ ആണ് കേട്ടോ. പൊടിമോളും സുട്ടുമോനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് നമ്മൾ. അതിനുശേഷം നമ്മൾ ഇങ്ങനെ സൈഡിലോട്ടാക്കി എന്ന് പറഞ്ഞിട്ട് ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഈ ടൈപ്പിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മളിതിൽ മലയാളത്തിൽ വോയിസ് റെക്കോർഡിലാണ് നമ്മൾ മലയാളത്തിൽ കൂടുതൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ കളറിൻ്റെ ഒരു ഓപ്ഷൻ കാണും. ആ കളറിൻ്റെ ഓപ്ഷനിൽ ഞെക്കി കഴിഞ്ഞാൽ ഇതുപോലെ കളറിൻ്റെ കുറേ കളറുകൾ വരും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളറാക്കാം. ലെറ്റർ നമ്മൾ എഴുതിയിട്ടുള്ള ലെറ്റർ പല പല കളറുകളാക്കാം. അപ്പോൾ നമ്മൾ ഈ കളറാണ് അതായത് ഈ കളറാണ് സെലക്ട് ചെയ്ത്, അപ്പോൾ അത് ഡൺ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഫോട്ടോ നമുക്ക് ഇനിയും വലുതാക്കാം. ആ വൈറ്റ് ബോർഡറിൻ്റെ ഉള്ളിൽ വരുന്ന പോലെ അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് ഈ ലെറ്ററും നമുക്ക് വലുതാക്കാം, ഇങ്ങനെ ചെരിക്കാം, ചെറുതാക്കാം, പല പല ഇതിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെരിച്ച് ഈ സൈഡിൽ കൊണ്ടുവയ്ക്കണം കേട്ടോ. അപ്പോൾ സൈഡിൽ കൊണ്ടുവച്ച് വീണ്ടും നമ്മൾ ആ ടീയിലോട്ട് പോയിട്ടാ ലെറ്റർ എഴുതുന്നിടത്തേക്ക് പോയി വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കത് വേണ്ട എന്ന് ഉണ്ടെങ്കിൽ നമ്മളിത് ആ മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ കണ്ട റെഡ് നിറത്തിൽ അതുമേ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഴുതിയത് പോവും. എന്നിട്ട് വീണ്ടും നമ്മൾ ടീയിലോട്ട് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വേറെ നമ്മൾ എഴുതിയത് തെറ്റ് വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ മഞ്ഞ സെലക്ട് ചെയ്തിട്ട് ആ സൈഡിലോട്ട് കൊണ്ടുവച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2-3 വട്ടം ടൈപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ ടൈപ്പ് ചെയ്യണത് വെച്ചാൽ വെറുതെ ടൈപ്പ് ചെയ്യണം കേട്ടോ. അതൊന്നുമല്ല, വെറുതെ ഇങ്ങനെ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ നമ്മളിങ്ങനെ വെറുതെ ടൈപ്പ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തു, കളറുകൾ ചൂസ് ചെയ്തു. കളർ ഏതാ വേണമെങ്കിൽ അതിൻ്റെ അടിയിലും കളറുകൾ ഉണ്ട് കേട്ടോ. റെഡ്, നീല, പല പല കളറുണ്ട്. അതിനുശേഷം നമ്മളതും ഇതിനോട് വലുതാക്കി നമ്മൾ ആ സൈഡിലോട്ട് കൊണ്ടുവച്ചു കേട്ടോ. അങ്ങനെ സൈഡിലോട്ട് കൊണ്ടുവച്ച് പിന്നെ നമുക്ക് വേണ്ടത് മുകളിൽ സേവ് ബട്ടൺ ടിക്ക് വരുമ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് അത് ആ ഡിലേറ്റിൻ്റെ ഇതിൽ ടിക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ക്യാൻസൽ ചെയ്ത് നമുക്ക് നോർമലായി നമ്മുടെ ഫോണിലെ ഗാലറിയിലോട്ട് പോകട്ടെ. അപ്പോൾ ഗാലറിയിലോട്ട് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ അതായത് ഗാലറി കാണിക്കണം. ഗാലറി എടുക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത തമ്പിലയൻ നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഇത് നമ്മൾക്ക് എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ തമ്പിലയനായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കറക്റ്റാക്കി ഇടാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് തമ്പിലൈൻ സെറ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും കറക്റ്റായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് അറിയണ പോലെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തമ്പിലൈൻ സെറ്റ് ചെയ്ത് തമ്പിലൈൻ ഇട്ടാലാണ് കൂടുതൽ വീഡിയോയ്ക്ക് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമല്ല. അപ്പോൾ തമ്പിലൈൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഇൻഷോട്ടിലാണ് ചെയ്യണത്. ഇൻഷോട്ടല്ലാതെ വേറെ കുറേ ആപ്പുകളുണ്ട്. വേറെ ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ, അത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയാണ് ഞങ്ങൾ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് ഇടുക. അപ്പോൾ എല്ലാവർക്കും നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. ഇപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയി കാണും വരെ നന്ദി, നമസ്കാരം.